പുലർച്ചെ നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ ഫലിക്കുമോ? ഇതൊന്ന് കേട്ടു നോക്കൂ. ചെറിയ മൂടൽമഞ്ഞുള്ള പ്രഭാതം. സാറ ഒരു വലിയ വയലിന്റെ നടുക്കാണ്. പച്ചപ്പ് കൊണ്ട് സമൃദ്ധമായ മനോഹരമായ ഒരു വയൽ. സാറ വയൽ വരുമ്പത്തൂടെ മുൻപോട്ട് നടന്നു. അങ്ങേയായി കാട്ടുപൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു. എന്ത് ഭംഗിയാണ് കാണാൻ! പല നിറങ്ങളിലുള്ള ചിത്രശലഭങ്ങൾ പറന്നു നടക്കുന്നു. സാറ കൈകൾ വിരിച്ച് ചുറ്റും നോക്കി. കണ്ണെത്താ ദൂരത്തോളം പച്ചപ്പ്. പെട്ടെന്നാണ് ഒരു ചിത്രശലഭം അവളുടെ മുഖത്തിന് നേരെ പറന്നു വന്നത്. സാറ മുഖം വെട്ടിച്ചു. അവൾ കണ്ണു തുറന്നപ്പോൾ തൻ്റെ റൂമിലെ ബെഡിലായിരുന്നു. മനോഹരമായ ആ കാഴ്ചകൾ സ്വപ്നം ആയിരുന്നു എന്ന് അവൾ സാവധാനം മനസ്സിലാക്കുന്നു. ടൈം നോക്കിയപ്പോൾ പുലർച്ചെ 4:30. ആ ദിവസം പല പ്രാവശ്യം സാറയ്ക്ക് ആ സ്വപ്നത്തെപ്പറ്റി ഓർമ്മ വന്നു. ഒരാഴ്ച കഴിഞ്ഞു പോയി. സാറയ്ക്ക് ഇന്നൊരു ഇൻ്റർവ്യൂ ഉണ്ട്. 8 കിലോമീറ്റർ അകലെയാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. ബസ്സിൽ പോകാൻ അവൾ തീരുമാനിക്കുന്നു. കുറച്ചു ദൂരം ചെന്നപ്പോൾ ബസ് പെട്ടെന്ന് നിന്നു. ബസ്സിന് എന്തോ കംപ്ലൈൻ്റ് ആണ്. ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർ കുറച്ചുപേർ പുറത്തിറങ്ങി നിന്നു. സാറ പുറത്തിറങ്ങി. അവൾ ഒരു ടാക്സി കിട്ടുമോ എന്നറിയുവാനായി മുൻപോട്ട് നടന്നു. കുറച്ച് ചെന്നപ്പോൾ സാറ ഒന്ന് നിന്നു. മുൻപിൽ കാണുന്ന കാഴ്ചയാൽ അവൾ അത്ഭുതപ്പെട്ടു. വലിയ ഒരു വയൽ, പച്ചപ്പ് നിറഞ്ഞ വയൽ. അവൾ പെട്ടെന്ന് വയൽ വരമ്പിലൂടെ മുൻപോട്ട് നീങ്ങി. കാട്ടുപൂക്കൾ, ചിത്രശലഭങ്ങൾ. കഴിഞ്ഞ ആഴ്ച കണ്ട സ്വപ്നം ഇത് തന്നെയല്ലേ? അവൾ കൈകൾ വിരിച്ച് ചുറ്റും നോക്കി. ഇപ്പോൾ പറഞ്ഞത് സാറ എന്ന ഒരു പെൺകുട്ടിയുടെ മാത്രം അനുഭവമാണ്. ഇതുപോലെ എത്ര പേർക്ക് അതിരാവിലെ കാണുന്ന സ്വപ്നങ്ങൾ ഫലിച്ചിട്ടുണ്ട്? ശരിക്കും അതിരാവിലെ കാണുന്ന സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുമോ? അങ്ങനെ ചില സ്വപ്നങ്ങളൊക്കെ നമ്മളുടെ ജീവിതത്തിൽ യഥാർത്ഥമായി നടക്കുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ യാദൃച്ഛികമാകാം. അല്ലെങ്കിൽ ആ സ്വപ്നങ്ങളെ റിയാലിറ്റിയുമായി കണക്ട് ചെയ്യാനുള്ള ബ്രെയിനിൻ്റെ കഴിവാകാം. അഗ്നിപുരാണത്തിൽ നമ്മൾ കാണുന്ന സ്വപ്നങ്ങളെ പറ്റി പറയുന്നുണ്ട്. രാത്രിയിലെ ഉറക്കം 4 തുല്യ ഭാഗങ്ങളായി വിഭജിക്കുകയാണെങ്കിൽ ആദ്യ പാദത്തിലെ സ്വപ്നങ്ങൾ 1 വർഷത്തിനു ശേഷം മോശം ഫലങ്ങൾ നൽകും. രണ്ടാം പാദത്തിലെ സ്വപ്നങ്ങൾ 6 തൊട്ട് 12 മാസത്തിനുള്ളിൽ ഫലം നൽകുന്നു. മൂന്നാം പാദത്തിലെ സ്വപ്നങ്ങൾ 3 തൊട്ട് 6 മാസവും നാലാം പാദത്തിലെ സ്വപ്നങ്ങൾ 1 തൊട്ട് 3 മാസത്തിനുള്ളിൽ ഫലം നൽകുന്നു. സൂര്യോദയത്തിന് ശേഷമോ ഉണരുന്നതിന് തൊട്ടു മുൻപോ ഏതെങ്കിലും സ്വപ്നം കണ്ടാൽ അതിൻ്റെ ഫലം ഏകദേശം 10 തൊട്ട് 15 ദിവസങ്ങൾക്കുള്ളിൽ അനുഭവപ്പെടും. ഇതാണ് അഗ്നിപുരാണത്തിൽ പറയുന്നത്. അതിരാവിലെ ഒരു സ്വപ്നം യാഥാർത്ഥ്യമായ ഒരു റിയൽ ഇൻസിഡൻ്റ് ആണ് എബ്രഹാം ലിങ്കൻ്റെ പ്രവചന സ്വപ്നം. 1865 കൊല്ലപ്പെടുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് എബ്രഹാം ലിങ്കൺ തൻ്റെ ഭാര്യ മേരി ടോഡ് ലിങ്കണോട് വ്യക്തമായൊരു സ്വപ്നം വിവരിച്ചതായി ഐതിഹ്യം പറയുന്നു. സ്വപ്നത്തിൽ കിഴക്കേ മുറിയിൽ നിന്നുള്ള വിലാപം കേട്ട് വൈറ്റ് ഹൗസിലൂടെ താൻ നടക്കുന്നത് ലിങ്കൺ കണ്ടു. കാവൽ നിൽക്കുന്ന ഒരു സൈനികനോട് വിലാപത്തിന്റെ കാരണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പ്രസിഡന്റ് കൊല്ലപ്പെട്ടു എന്നായിരുന്നു സൈനികന്റെ മറുപടി. ഈ സ്വപ്നം ലിങ്കനെ ആഴത്തിൽ വിഷമിപ്പിച്ചു. അദ്ദേഹം അത് തന്റെ ഭാര്യയുമായി പങ്കുവച്ചു. അവർ അത് വെറും അന്ധവിശ്വാസമായി തള്ളിക്കളഞ്ഞു. എന്നിരുന്നാലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം 1865 ഏപ്രിൽ 14 ഫോർട്സ് തിയേറ്ററിൽ ഒരു നാടകത്തിൽ പങ്കെടുക്കവേ ലിങ്കൺ കൊല്ലപ്പെട്ടു. പ്രസിഡന്റിന്റെ മൃതദേഹം വൈറ്റ് ഹൗസിന്റെ കിഴക്കേ മുറിയിൽ അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ ചിത്രീകരിച്ചതുപോലെ തന്നെ സംസ്കരിക്കപ്പെട്ടു. ഈ നിഗൂഢമായ സംഭവം ചരിത്രകാരന്മാരെയും പണ്ഡിതന്മാരെയും ആകർഷിച്ചു. സ്വപ്നങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചും ഭാവിയിലേക്ക് കാഴ്ചകൾ നൽകാനുള്ള അവയുടെ കഴിവിനെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയർത്തുന്നു. യുക്തിവാദികൾ ഇത് യാദൃശ്ചികമാണെന്ന് പറയുമെങ്കിലും വിശ്വാസികൾ ഇത് ലിങ്കന്റെ പവർഫുൾ ആയിട്ടുള്ള ഇൻഡ്യൂഷന്റെ തെളിവായി കാണുന്നു. ജർമ്മൻ ഫാർമക്കോളജിസ്റ്റായ ഓട്ടോ ലോവിയുടെ സ്വപ്നമാണ് യാഥാർത്ഥ്യമായ ഒരു വിചിത്ര സ്വപ്നത്തിൻ്റെ മറ്റൊരു പ്രശസ്തമായ സംഭവം. നെർവ് ഇമ്പൾസസ് ട്രാൻസ്മിഷനെ പറ്റിയുള്ള തൻ്റെ സിദ്ധാന്തം തെളിയിക്കുന്ന ഒരു പരീക്ഷണം ലോവി സ്വപ്നം കണ്ടു. തൻ്റെ സ്വപ്നത്തിൽ ലോവി 2 തവള ഹൃദയങ്ങളെ കണ്ടു. ഒരെണ്ണം അതിൻ്റെ യഥാർത്ഥ സ്ഥാനത്ത് ഇപ്പോഴും മിടിക്കുന്നു, മറ്റൊന്ന് ഉപ്പുവെള്ളം നിറച്ച അടുത്തുള്ള ഡിഷിൽ മിടിക്കുന്നു. തൻ്റെ സ്വപ്നത്തിൽ ആദ്യത്തെ ഹൃദയത്തിലെ നാഡീ ഉത്തേജനം രണ്ടാമത്തെ ഹൃദയത്തെ ബാധിക്കുന്ന ഒരു രാസവസ്തു പുറത്തുവിടാൻ കാരണമായി. അത് കാരണം അതിൻ്റെ വേഗത കുറയ്ക്കുന്നു. ഉറക്കമുണർന്നപ്പോൾ ലോവി തൻ്റെ സ്വപ്നത്തിൻ്റെ വിശദാംശങ്ങൾ ഉടൻ എഴുതി. അവൻ സ്വപ്നം കണ്ടതുപോലെ തന്നെ പരീക്ഷണം നടത്തി. അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. അത് പ്രവർത്തിച്ചു. ഫ്രോഗ് ഡ്രീം എന്നറിയപ്പെടുന്ന ഈ പരീക്ഷണം ന്യൂറോ സയൻസിനെ കുറിച്ചുള്ള നമ്മുടെ ധാരണയിൽ വിപ്ലവം സൃഷ്ടിക്കുകയും ചെയ്തു. ലോവിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കുക മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ തകർപ്പൻ കണ്ടെത്തലിന് 1936 നോബൽ സമ്മാനം കരസ്ഥമാക്കി. വേദങ്ങൾ അനുസരിച്ച് സ്വപ്നങ്ങൾ ഒരാളുടെ ചിന്തകൾ, ആഗ്രഹങ്ങൾ, അനുഭവങ്ങൾ എന്നിവയുടെ പ്രതിഫലനമായാണ് കാണുന്നത്. ചില സന്ദർഭങ്ങളിൽ സ്വപ്നങ്ങൾ ശുഭസൂചകമായി കണക്കാക്കുകയും നല്ല സംഭവങ്ങൾ മുൻകൂട്ടി പറയുകയോ മാർഗനിർദ്ദേശം നൽകുകയോ ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. എന്നിരുന്നാലും മറ്റ് സന്ദർഭങ്ങളിൽ സ്വപ്നങ്ങളെ ജീവിതത്തിൻ്റെ ചില വശങ്ങൾ ശ്രദ്ധിക്കാനുള്ള മുന്നറിയിപ്പുകളോ ഓർമ്മപ്പെടുത്തലുകളോ ആയി കാണാവുന്നതാണ്.
യഥാർത്ഥത്തിൽ പകൽ കാണുന്ന സ്വപ്നങ്ങൾ നമ്മളുടെ ഉപബോധ മനസ്സിന്റെ സന്ദേശങ്ങളാണോ, അതോ ഏതോ ദിവ്യശക്തി നമ്മൾക്ക് തരുന്ന മുന്നറിയിപ്പുകൾ തന്നെയാണോ? നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക.